അതെ, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുവാണോ? ആണോ? ആണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ എനിക്കൊരാഗ്രഹം കേട്ടോ. ഇന്ന് ഒരിച്ചിരി കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന്. ഉണ്ടാക്കാനൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഒരു കുഞ്ഞ് കപ്പ ഇരിപ്പുണ്ടായിരുന്നു. അതാണെങ്കിൽ 2 ദിവസം ഇരുന്നത് കൊണ്ട് ചെന്നീര് കൂടിപ്പോയി കേട്ടോ. എന്നാലും സാരില്ല, നമുക്ക് കഴിക്കാനല്ലേ. അപ്പം ഞാനതരിഞ്ഞിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പറയാം, എനിക്കിത് ഉണ്ടാക്കാനൊന്നും അറിഞ്ഞൂടാ കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ ഇന്നലെ തീർന്നു കേട്ടോ. മേടിക്കാനും വയ്യ, മേടിക്കാണ്ടിരിക്കാനും വയ്യ കേട്ടോ. അപ്പോൾ ഒരു തുള്ളി പോലും കളയാണ്ട് നമ്മുടെ വെളിച്ചെണ്ണക്കുപ്പിയിലോട്ട് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ടേ. ഇനി കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യം തന്നെ പറയാം, ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നിങ്ങളാരും ഉണ്ടാക്കി നോക്കണം എന്നൊന്നും ഞാൻ പറയൂല കേട്ടോ. ഇത് സാധാരണ ബീഫിലല്ലേ ഉണ്ടാക്കുന്നത്. എൻ്റെ അടുത്തിപ്പോൾ ചിക്കൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരാഗ്രഹമല്ലേ, നമുക്കങ്ങ് കഴിച്ചാലോ, ആർക്കും കൊടുക്കുകയൊന്നും വേണ്ടല്ലോ. അപ്പം നമ്മൾ ചിക്കൻ കറി ആദ്യം വെച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ അരപ്പൊന്ന് അരച്ച് ചേർത്തു കേട്ടോ. എന്തൊക്കെയാണെന്നൊന്നും പറയുന്നില്ല, കാരണം മിക്കവാറും ദിവസങ്ങളിലെല്ലാം ഞാൻ പറയുന്നതാണേ. അത് നമ്മുടെ കപ്പ ഇവിടെ വേവിച്ച് ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി ഒന്ന് കുറുക്കി വന്നപ്പോഴത്തേക്കിനും അതിലോട്ട് ഞാനൊരു ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കറി ഞാനിങ്ങ് മാറ്റി കേട്ടോ. കാരണം ഇത് പാളിപ്പോയി കഴിഞ്ഞാലേ നമ്മുടെ ചിക്കൻ കറി ഇച്ചിരി ഒഴിച്ച് ചോറ് കഴിക്കണ്ടേ. അപ്പോൾ ബാക്കി വന്ന കറിയിലാണ് ഞാൻ ഈ വേവിച്ച് വെച്ചിരുന്ന കപ്പ അങ്ങോട്ട് തട്ടിയിട്ടത് കേട്ടോ. ഇട്ടപ്പം നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെന്നീരോടിയ കപ്പയാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ നോക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നന്നായിട്ട് ഇതുണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാർ ഇത് കണ്ടിട്ട് അയ്യേ ഇതെന്തൊരു കപ്പ ബിരിയാണിയാ എന്നൊന്നും ചോദിച്ച് കളിയാക്കരുത് കേട്ടോ. എൻ്റെ ഒരു കൊതിക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്തു എന്നേ ഉള്ളൂ. അതും ചിക്കനിൽ. പിന്നെ ഒരു ഇത്തിരി സലാഡ് ഉണ്ടാക്കി, പിന്നെ കുറച്ച് കട്ടൻ ചായ ഉണ്ടായിരുന്നു. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അടിപൊളിയായിരുന്നു, സൂപ്പറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.